അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ ഒരു ആരാധനാമൂർത്തിയാണ്. മുഹമ്മദ് വന്നുകൊണ്ട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഈ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് എന്റെ വിഗ്രഹമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. ഈ അർത്ഥത്തിലുള്ള ഒരു അള്ളാഹു മുസ്ലിങ്ങൾ മാത്രം ആരാധിക്കുന്ന അവരുടെ മനസ്സിലുള്ള ഒരു വിഗ്രഹം എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ ദുർവ്യാഖ്യാനിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. അവിടെയാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അൾട്ടിമേറ്റ് ഗോഡ്, റിയൽ ഗോഡ്, യഥാർത്ഥ ദൈവം, സത്യദൈവം എന്നതാണ് അതിന്റെ പരിഭാഷ. അൽ ഇലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായ ഏകദൈവം എന്നതല്ലാതെ അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തെയോ മുസ്ലിങ്ങളോ മാത്രം ഒരു ആരാധനാമൂർത്തിയോ അല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം പ്രകൃതിയുടെ നിർമ്മാണത്തെക്കുറിച്ച് ദൈവം എങ്ങനെയാണ് പ്രകൃതിയെ നിർമ്മിച്ചത് എന്ന് പറയുന്നിടത്ത് അറബി ഭാഷയിൽ ജനിച്ചു വീഴുന്ന ക്രൈസ്തവരായ ആളുകൾ പാരായണം ചെയ്യുന്ന ബൈബിളിന്റെ അറബി ഭാഷയിലുള്ള ഗ്രന്ഥത്തിലെ ഈ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ ആ പുസ്തകത്തിലെ 1-ാമത്തെ വചനം തുടങ്ങുന്നത് ഫിൽ ബദ്ഇ ഖലഖല്ലാഹു സ്സമാവാതി വൽ അർള്. തുടക്കത്തിൽ, ആരംഭത്തിൽ അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അള്ളാഹു എന്ന പദമാണ് ഒന്നല്ല രണ്ടല്ല അനേകം നൂറുകണക്കിന് പ്രാവശ്യം, ആയിരക്കണക്കിന് പ്രാവശ്യം ആ ഗ്രന്ഥത്തിലുടനീളം അള്ളാഹു എന്ന പദം പ്രയോഗിക്കുന്നുണ്ട്.